എൻസൈക്ലോ വിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും മാർച്ച് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കഴിഞ്ഞ മാസങ്ങളിൽ അരിവിഹിതം കുറഞ്ഞതിനെ തുടർന്ന് റേഷൻ വാങ്ങുന്നവരുടെ മൊത്തം എണ്ണം വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് മാർച്ച് മാസത്തിൽ APL വിഭാഗം റേഷൻ കാർഡുകാരുടെ അരിവിഹിതം ഉയർത്തിയിരിക്കുകയാണ്. നീല വെള്ള കാർഡുകാർക്ക് അരിവിഹിതം കുറഞ്ഞതിനെ തുടർന്ന് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ റേഷൻ വാങ്ങുന്നവരുടെ എണ്ണം 80% താഴെയായിരുന്നു. ജനുവരിയിൽ 79.75% പേരും ഫെബ്രുവരിയിൽ 78.93% കാർഡ് ഉടമകളും മാത്രമാണ് റേഷൻ വാങ്ങിയത്. അതേസമയം വെള്ള കാർഡുകാർക്ക് 10 കിലോ അരിയും നീല കാർഡുകാർക്ക് 5 കിലോ സ്പെഷ്യൽ അരിയും നൽകിയ ഡിസംബറിൽ 85.40% കാർഡ് ഉടമകൾ റേഷൻ വാങ്ങിയിരുന്നു. അതിനാൽ മാർച്ച് മാസത്തിൽ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളുടെ വിഹിതത്തിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. നീല റേഷൻ കാർഡിന് ഫെബ്രുവരിയിൽ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ ഓരോ അംഗത്തിനും 2 കിലോ അരിക്ക് പുറമെ 2 കിലോ സ്പെഷ്യൽ അരിയായിട്ട് 10 രൂപ 90 പൈസ നിരക്കിൽ നൽകുന്നുണ്ട്. കഴിഞ്ഞ മാസത്തെ പോലെ സ്റ്റോക്ക് അനുസരിച്ച് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ടയും ലഭിക്കുന്നതാണ്. അതുപോലെ വെള്ള റേഷൻ കാർഡിന് ഫെബ്രുവരിയിൽ 2 കിലോ അരി മാത്രമാണ് ലഭിച്ചതെങ്കിൽ മാർച്ച് മാസത്തിൽ അത് കൂട്ടി കാർഡിന് 6 കിലോ അരി ലഭിക്കുന്നതാണ്. കൂടാതെ സ്റ്റോക്ക് അനുസരിച്ച് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് മുൻ മാസങ്ങളിൽ ലഭിച്ചിരുന്ന അതേ വിഹിതങ്ങൾ തന്നെയാണ് മാർച്ച് മാസത്തിലും ലഭിക്കുന്നത്. മാർച്ചിൽ സാധാരണ റേഷൻ വിഹിതത്തിന് കോമ്പിനേഷൻ ബില്ലിംഗും അനുവദിക്കുന്നതാണ്. സ്പെഷ്യൽ അരിക്ക് കോമ്പിനേഷൻ ബില്ലിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. മാർച്ചിൽ എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും 2 കിലോഗ്രാം വീതം പച്ചരി ഉറപ്പാക്കുവാൻ നിർദ്ദേശമുണ്ട്. അതുപോലെ കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന മണ്ണെണ്ണ വിഹിതം കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ സ്റ്റോക്ക് കാലിയാക്കുവാൻ ഈ മാസം എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും 1 ലിറ്റർ വീതം നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങിയവർക്ക് വീണ്ടും വാങ്ങുവാനും സാധിക്കുന്നതാണ്. വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ കാർഡ് ഉടമകൾക്ക് 4 ലിറ്റർ ലഭിക്കുന്നതാണ്. സാധാരണ 3 മാസത്തിലൊരിക്കൽ വർഷത്തിൽ 4 ക്വാർട്ടറുകളായിട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും റേഷൻ മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ക്വാർട്ടറിൽ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ കാർഡിന് 1 ലിറ്ററും പിങ്ക് നീല വെള്ള റേഷൻ കാർഡിന് 1/2 ലിറ്ററുമായിരുന്നു ലഭിച്ചിരുന്നത്. ഇങ്ങനെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിഹിതം വാങ്ങിയവർക്കും ഇപ്പോൾ വീണ്ടും വാങ്ങാവുന്നതാണ്. കേന്ദ്ര സർക്കാർ ഈ സാമ്പത്തിക വർഷം അനുവദിച്ച റേഷൻ മണ്ണെണ്ണ വിഹിതം മാർച്ചിൽ തന്നെ വിതരണം ചെയ്ത് തീർക്കേണ്ടതാണ്. അതിനാലാണ് അധിക അളവ് ഇപ്പോൾ നൽകുന്നത്. അതേസമയം കേരളത്തിൽ റേഷൻ മണ്ണെണ്ണയുടെ വിൽപ്പന ലിറ്ററിന് 4 രൂപ കൂടി ഇന്ന് മുതൽ 71 രൂപ ആയി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്നതിനിടെ എണ്ണ കമ്പനികളുടെ അടിസ്ഥാന വില 52 രൂപയിൽ നിന്ന് 56 രൂപ കൂട്ടിയതോടുകൂടിയാണ് നികുതി കമ്മീഷൻ എന്നിവ ഉൾപ്പെടെ 71 രൂപ ആയി മാറിയിരിക്കുന്നത്. മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് 3 ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.